മധുബാബു കോന്നി സിഐയായിരുന്ന കാലയളവിൽ 2012 ഒക്ടോബർ 12-ന് അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്നാണ് ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ ആരോപണം. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതു മാത്രമല്ല, നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ടു. 3.5 മാസം ജയിലിലടച്ചു. പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇന്നും കാലിന് മുട്ട് താഴെ 3-4 പാടുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ചെവിയുടെ ഡയഫ്രം പൊട്ടിയ കാരണം എനിക്ക് ചെവിക്ക് കേൾവിക്കുറവിനെ അത് ബാധിച്ചു. അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ചെയ്ത കാരണം അത് കണ്ണിന് കാഴ്ചക്കുറവിനെ ബാധിച്ചു. അന്ന് വലിയ വാർത്തയായ സംഭവമാണ്. ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും തനിക്കേറ്റ പീഡനം ജയകൃഷ്ണൻ വിവരിച്ചെങ്കിലും മാതൃഭൂമി ന്യൂസ് പ്രൈം ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ ആരോപിക്കുകയാണ് അദ്ദേഹം. ചൂരൽ കൊണ്ട് എൻ്റെ 2 കാൽവെള്ളകളും അടിച്ചു പൊട്ടിക്കുന്നു. പിന്നെ ശരീരമാസകലനം ചൂരൽ കൊണ്ട് അടിക്കുന്നു. അതിനുശേഷം കൈകളുടെ 2ഉം പൊത്തി എൻ്റെ ചെവി അടിക്കുന്നു. ഓരോ തവണ അടിക്കുമ്പോഴും ചെവിയിൽ നിന്ന് ചോര എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ താഴെ കിടത്തിക്കൊണ്ട് ബൂട്ടിട്ടുകൊണ്ട് നിരവധി തവണ എന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നു. നമുക്കറിയാം, പെപ്പർ സ്പ്രേ കണ്ണിലും ശരീരമാസകലിലും പ്രത്യേകിച്ച് എൻ്റെ കാൽവെള്ളയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാൽവെള്ളയിലൊക്കെ നമുക്ക് പെപ്പർ സ്പ്രേ അടിച്ചാൽ അതിഭീകരമായി നമുക്ക് നീറും, ശരീരമാകെ വെന്ത് പൊള്ളുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ ആ സെല്ലിൽ കിടന്നുകൊണ്ട് അലയ്ക്കുന്നുണ്ട്, അമറി വിളിക്കുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരണേന്ന്. മധുബാബു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നീക്കിയതാണെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു. അന്ന് അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മേൽ ഒറ്റ കേസില്ല. രാത്രി 12 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ വരികയും എൻ്റെ അമ്മയുടെ മുമ്പിലിട്ട്, എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മധുബാബു, എന്നെ മർദ്ദിക്കുകയാണ്. ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെ മധുവിനെതിരെ പരാതി നൽകി. മുൻ SP ഹരിശങ്കർ ആഭ്യന്തര അന്വേഷണം നടത്തി. അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് പക്ഷേ ഫലം കണ്ടില്ല. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജയകൃഷ്ണൻ. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമം നടത്തി. അദ്ദേഹം ഇപ്പോൾ SP ആകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥൻ SP-യും കൂടെ ആയാൽ കേരളത്തിൻ്റെ നിയമവാഴ്ച അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും. അദ്ദേഹം ഒരു തരത്തിലും പോലീസ് സേനയിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അതേസമയം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മധുബാബു പ്രതികരിച്ചു. ജയകൃഷ്ണൻ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും മധുബാബു പറഞ്ഞു. CPM പത്തനംതിട്ട DC ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ജയകൃഷ്ണൻ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.